സർക്കിട്ട് കണ്ടു. ആസിഫ് അലിയുടെ പുതിയ മൂവി തമർ വളരെ വളരെ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു ഇമോഷണൽ ടച്ച് നമ്മളുടെ ഹാർട്ടിലേക്ക് ഇഞ്ചക്ട് ചെയ്യാവുന്ന രീതിയിലാണ് ഫിലിം എടുത്തിട്ടുള്ളത്. പലപ്പോഴും ഒരു പ്രവാസി നേരിടേണ്ട വലിയ വെല്ലുവിളികളും നമുക്ക് ജോലിയുടെ പ്രശ്നങ്ങളും ഫാമിലി പ്രശ്നങ്ങളും ഫിനാൻഷ്യൽ ക്രൈസിസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു ഭാഗം ആസിഫ് അലി അഭിനയിച്ചിട്ടുണ്ട്. ആസിഫ് അലിയുടെ ചില സമയത്ത് അഭിനയം കാണുമ്പോൾ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും. പുള്ളിയുടെ പെയിനൊക്കെ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യാവുന്ന രീതിയിലൊക്കെയാണ് ചില ഓരോ ഷോട്ടുകൾ എടുത്തിട്ടുള്ളത്. എനിക്ക് വളരെയധികം ഇഷ്ടമായി. അതുപോലെ തന്നെ ആസ് എ പാരൻസ് മക്കളെ ഏത് രീതിയിൽ നോക്കണം, അല്ലെങ്കിൽ വൈഫിനെ കെയർ ചെയ്യാനുള്ള ഒരു രീതി, ഹസ്ബൻഡിന്റെ പ്രഷർ, വർക്ക് ലൈഫ്, മക്കളായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. പലപ്പോഴും പല രീതിയിലും എനിക്കങ്ങനെ ടച്ചായി പല സംഭവങ്ങളും എന്നിലൂടെ കടന്നു പോയ പോലെയൊക്കെ ഫിലിം കണ്ടപ്പോൾ തോന്നി. വളരെ സങ്കടത്തോടെയാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് പിന്നെ ഇറങ്ങിയത്. എനിക്ക് അത്രയും ടച്ചായിട്ടുണ്ട് ആ ഫിലിം. പലർക്കും പല രീതിയിലായിരിക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുക. ചിലർക്ക് ഇത് ഒരു ഫിലിം പോലെ ഉൾക്കൊള്ളാം, ചിലർക്ക് ജീവിത സാഹചര്യങ്ങളാവാം, ചിലർക്ക് അതിന്റെ ഒരു മികവ് ഓരോരുത്തർക്ക് ഒരേപോലെ. എന്താ പറഞ്ഞാൽ നമ്മളുടെ ഒരു ഫീലിംഗ്സ് ഉണ്ടാക്കാനുള്ള ശക്തി മൂവിക്കുണ്ട് എന്നുള്ളത് ഞാൻ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. വൈഫ് ഉണ്ടായിരുന്നു, അവള് പറഞ്ഞു കുട്ടികളുടെ ആ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു തരം ദേഷ്യം ഒക്കെ ഒരു ഫീൽ ചെയ്യും ഒരു ഫസ്റ്റ് ഹാഫിൽ നിൽക്കുക. അപ്പോൾ ഓരോരുത്തർക്ക് ഉൾക്കൊള്ളാവുന്ന രീതി പല രീതിയിലാണ്, ഓരോരുത്തരുടെ അനുഭവങ്ങൾ പല രീതിയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലി ആയിട്ടൊക്കെ കണ്ടു നോക്കുക. ആസിഫ് അലിയുടെ ഒരു മികച്ച പ്രകടനം തന്നെ എനിക്ക് ഇതിൽ മനസ്സിലാക്കിയത്. നമുക്ക് തികച്ചും ഒരു ഫാമിലി ലൈഫിലുള്ള ഒരു മാൻ ഉൾക്കൊള്ളാവുന്ന കാര്യങ്ങളും നമുക്ക് കുറെ കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഈ ഒരു നല്ല ഒരു മെസ്സേജ് ആയിട്ട് ഫിലിം നമ്മളിലൂടെ കടന്നു പോകുന്നു. പിന്നെ ഇവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പല സംഭവങ്ങളും നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ആസ് എ ഫിലിം എന്നുള്ള രീതിയിൽ അങ്ങനെ കടത്തിവിടാം. പക്ഷേ എങ്കിൽ പോലും അവരുടെ ഒരു തീം അവരെടുത്തിട്ടുള്ള രീതി റിയലി വണ്ടർഫുൾ. അത് അങ്ങനെ തന്നെ പറഞ്ഞേ പറ്റൂ. കാരണം നമുക്ക് എനിക്ക് സത്യത്തിൽ ആ ഫീൽ അത്രയും ഒരു ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട്. സാധാരണ ഞാൻ ഇമോഷണൽ മൂവീസ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വിടുന്നല്ലാണ്ട് വല്ലാണ്ട് എനിക്ക് അങ്ങോട്ട് ഉള്ള കയറാറില്ല. ഒരു മൂവി കണ്ടിട്ടും ഞാൻ അങ്ങനെ തിയേറ്ററിൽ സങ്കടം വന്നിരുന്നിട്ടില്ല. ഇഷ്ടം പോലെ സിനിമ കാണാറുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് എന്തോ വല്ലാത്തൊരു ഫീൽ തോന്നി. ചില കാര്യങ്ങൾ ഒരു പക്ഷേ ചിലപ്പോൾ പല സ്റ്റേജുകളും ഞാൻ അങ്ങനെ കടന്നു വന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പലതും ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താ, നിങ്ങൾ കണ്ടിട്ട് എന്തായാലും അറിയിക്കണം.